പോക്കറ്റ് ഫൈ എന്നൊരു ടെലിഗ്രാം ബോട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഇതൊരു നല്ലൊരു പക്കയൊരു സ്കാം എന്ന് പറയാം. എന്ന് വെച്ചാൽ ഇവർ ആദ്യം നമ്മൾ സാധാരണ ടാപ്പ് ചെയ്യുന്നു, ഡെയിലി നമ്മൾ ലോഗിൻ ചെയ്ത് ആ ഒരു സ്വിച്ച് ടോക്കൺ നിങ്ങൾ എത്ര സ്വിച്ച് ടോക്കൺ ചെയ്യുന്നു അത് നിങ്ങൾക്കാണ്. പക്ഷേ അവസാനം ഇവർ പ്രൂഫ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞു. ഇതിനൊക്കെ ഈ ഒരു ടോണൊന്നും മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ മറ്റുള്ള കാര്യത്തിൽ നമുക്കൊരു ഹ്യൂമൻ വെരിഫിക്കേഷൻ ഒരു ക്യാപ്ച എന്തെങ്കിലും തന്നിട്ട് നമ്മൾ ബോട്ടാണോ അല്ലയോ എന്ന് അറിയാൻ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം ഒരു നോർമലായിട്ടുള്ള ഇതിനെക്കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാം ഇതൊരു സ്കാമാണ്. ഇത് മാക്സിമം ഇവരിപ്പം പറയുന്നത് 1.03 ലോൺ, അതായത് $2.70 ഇപ്പം വാല്യൂ. ഇപ്പോൾ ഇവർ ഈ ഒരു സമയത്ത് ഇത് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ തന്നെ ഉള്ളൂ. ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ലിക്വിഡിറ്റി അതൊക്കെ ചെയ്യുന്ന അതാണ് കോപ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു കോപ്പുമില്ല. ഇവർക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ ഇപ്പോൾ ഈ ഒരു ടോൺ ഇത്ര ഒരു വാല്യൂവിന് ഇവർക്ക് കിട്ടും. ടോണിന് എന്തൊക്കെയായാലും ഇപ്പോൾ ഒരു മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ അല്ലേ, അപ്പോൾ മാർക്കറ്റ് തിരിച്ച് കയറുമ്പോൾ ടോൺ ഒരു $3.5 $4 എത്തിയാലും ഇവർക്ക് തന്നെയല്ലേ ലാഭം. അല്ല നിങ്ങളിപ്പോൾ ഒരു പ്രൂഫ് ഓഫ് ഹ്യൂമാനിറ്റി ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു പൈസ പോകത്തതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഡബ്ല്യു ഗാലക്സി ടാക്സ് എടുക്കാൻ പറഞ്ഞു, പിന്നെ കുറേ സംഭവങ്ങൾ കൊണ്ടുവന്നു. അവർ മാക്സിമം പൈസ മേടിച്ച് നല്ല പൈസ, ഇപ്പോൾ ടോമയായാലും അറിയാമല്ലോ, മാക്സിമം പൈസ മേടിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഡബ്ല്യു അത് കൂട്ടാനാണോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു ഫോണോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. കിട്ടിയില്ല അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ ഒരു പൈസ കൊടുത്ത് ഈ ഒരു നമ്മൾ ഇപ്പം ഒരു എയർ ഡ്രോപ്പ് പങ്കെടുക്കുകയാണെങ്കിൽ ഈ ഒരു പൈസ കൊടുത്തൊക്കെ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് എയർ ഡ്രോപ്പാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ പൈസ കൊടുത്താൽ ഈ ഒരു നമ്മൾ മൈൻ ചെയ്ത ആ ഒരു ടോക്കൺ ഈ ഒരു $2 ഇപ്പോൾ ടോൺ മുടക്കിയ കാശ് പോലും കിട്ടത്തില്ല. ടോൺ മുടക്കിയ കാശല്ലല്ലോ കിട്ടേണ്ടത്, നല്ലൊരു റിട്ടേൺ അല്ലേ കിട്ടേണ്ടത്. അപ്പോൾ ഇതൊരു പക്കയൊരു സ്കാമാണ്. പ്രൂഫ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ് വേറെ രീതിയിലൊക്കെ ഇവർക്കൊരു ബോട്ടും അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ക്യാപ്ചയൊക്കെ അങ്ങനെ ചെയ്ത് അങ്ങനെയാണ് പ്രൂഫ് ഓഫ് ഹ്യൂമാനിറ്റി വേണ്ടത്. അല്ലാതെ ഇവർക്ക് ഇപ്പം ഫീ ലിക്വിഡിറ്റിക്ക് ഫീ ഇതൊക്കെ കൊടുത്ത് ഇവർ മാക്സിമം നമ്മുടെ കയ്യിൽ നിന്ന് മാക്സിമം കാശ് എങ്ങനെ മേടിക്കുക അതേ നോക്കുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾക്കത് വലിയ ഡ്രോപ്പ് വരുമെന്നോ ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾ എടുത്തിട്ട് പറയും ഞങ്ങളിപ്പം Q2 Q3 ലിസ്റ്റിംഗ് ഇങ്ങനെ വൈകിക്കും. എന്നുവെച്ചാൽ അതുവരെ ഈ ഒരു യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാക്സിമം ബാക്കിയുള്ള ആക്ടിവിറ്റികൾ കൊണ്ടുവരുമായിരിക്കും. ഈ ഒരു ടെലിഗ്രാം പ്രൊജക്റ്റുകളെല്ലാം ഇപ്പം 99% സ്കാമെന്ന് പറയാം. അപ്പം ഇപ്പോൾ നിങ്ങൾ ടെലിഗ്രാം പ്രൊജക്റ്റിൽ നിന്ന് ഒരു നല്ലൊരു എമൗണ്ടോ അല്ലാതെ ഫ്രീ ആയിട്ടോ ഏണിങ്ങോ ഒന്നും കിട്ടില്ല. അത് ഓർക്കുക. ദയവേത് ഇതിലൊന്നും വെറുതെ ടോണൊന്നും കൊടുക്കണ്ട. അപ്പം അതുകൂട്ട് മില്യണും കണക്കും ഒക്കെ സ്വിച്ച് ഉള്ളവരുണ്ട്. അല്ലെ 20,000 50,000 ഒക്കെ സ്വിച്ച് ഉള്ളത്, അവർക്ക് എന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് കിട്ടും. അല്ലാതൊക്കെ നമ്മളിത് നോക്കിയാലും ഒന്നും കിട്ടില്ല. വെറുതെ ഇപ്പം ഇങ്ങനെ കൊണ്ടുവന്നേ കാണും. മാക്സിമം പൈസ എങ്ങനെ മേടിക്കുക അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിന് പ്രൂഫ് ഓഫ് ഹ്യൂമാനിറ്റിക്ക് വേറെ എന്തൊക്കെ ഓപ്ഷനുണ്ട്? ഈ ഒരു പൈസ മേടിക്കാവുന്ന ഓപ്ഷനുണ്ട്. അപ്പം കാശ് മാക്സിമം കളക്ട് ചെയ്യുക, അതേ ഉള്ളൂ ഉദ്ദേശം. നല്ലൊരു സ്കാം അത്രയേ ഉള്ളൂ. നമ്മളിതൊന്നും ചെയ്യുന്നില്ല, എന്തായാലും ഇത് ഒരു കാശും കൊടുക്കുന്നില്ല. അപ്പം നല്ലൊരു സ്കാമാണ്, അത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം.